ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാൻ ആദ്യം നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞുതരാം. ഈ സ്റ്റോറി ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ യുഗം മാറുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അതായത് നമ്മളുടെ ഒരു യുഗം മാറിയിട്ട് അടുത്തൊരു യുഗത്തിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഞാൻ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞുതരാം. എനിക്കിത് കറക്റ്റ് യൂണിവേഴ്സലായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്ത് യൂണിവേഴ്സ് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തും എനിക്ക് അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. സോ ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിൻ്റെ ചേഞ്ചിങ് ആണ്. കാരണം എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞുതരാം. അതായത് അതായത് എങ്ങനെ പറയാം, ഒരു യുഗത്തിൽ രണ്ടാൾക്കാരുണ്ടായിരുന്നു. ഒരു യുഗത്തിൽ രണ്ട് ഗണത്തിൽപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അപ്പം യൂണിവേഴ്സ് വിചാരിച്ച് ഈ യൂണിവേഴ്സ് ഒരു കാര്യം ചെയ്ത്, ഫസ്റ്റ് ഗണത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് അധികാരം കൊടുത്ത്, പിന്നെ കാമം കൊടുത്ത്, പവർ കൊടുത്ത്, സ്വർണം കൊടുത്ത്, അഹങ്കാരം കൊടുത്ത്, എല്ലാം വാരിക്കോരിയും കൊടുത്തു. യൂണിവേഴ്സിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. യൂണിവേഴ്സ് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വാരിക്കോരി കൊടുക്കും. വാരിക്കോരി കൊടുത്തപ്പോഴത്തേക്കും ആദ്യം ഒരു നല്ല രീതിക്ക് യൂസ് ചെയ്ത്, പിന്നെ ഇവർ ഈ സാധനങ്ങളൊക്കെ വെച്ച് ഭയങ്കര നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഭയങ്കര നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നെ, അധികാരത്തിൻ്റെ ഭ്രമം കയറിയിട്ട് ഇവരെന്ത് ചെയ്യണമെന്ന് ഇവർക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവർ ചെയ്തു കൂട്ടിയതിന് കൈയും കണക്കുമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ ചെയ്ത് അവസാനം ഇവരുടെ മെക്കിട്ടും കൂടെ കയറാൻ വേണ്ടി തുടങ്ങി. ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി. ഇവരെ ഉപദ്രവിച്ച് എല്ലാ രീതിയിലും ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങി. മാനസികപരമായിട്ടുള്ള പീഡനം, ഒരുപാട് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഒരുപാട് പ്രവൃത്തികൾ. അതായത് ആ ഒരു ഗണത്തിൽപ്പെടുന്ന ആൾക്കാർ ആ ഒരു യുഗത്തിൽ ഇവരെ ജീവിക്കാനേ സമ്മതിച്ചിട്ടില്ല. എല്ലാ രീതിക്കും ക്രൂരത, എല്ലാ രീതിക്കും ഇവർക്ക് ഡ്രഗൊക്കെ കിട്ടുക. ഇവർക്ക് മാത്രമേ സമയത്ത് ഡ്രഗ് യൂസ് ചെയ്യാനുള്ള ഇതുള്ള കള്ള്, അങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇവരെ പീഡിപ്പിക്കാനും എല്ലാത്തിനും വേണ്ടി തുടങ്ങി. അപ്പോൾ യൂണിവേഴ്സിൽ ഒരു ടൈം പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കും യൂണിവേഴ്സിൽ വിചാരിച്ചെങ്കിൽ പിന്നെ കള്ളപ്പന്നികളെടുത്ത് നമുക്കങ്ങ് റിവെഞ്ച്, നമുക്ക് കണക്ക് ചോദിക്കാം. യൂണിവേഴ്സിൻ്റെ പ്രത്യേകത അതാണല്ലോ, യൂണിവേഴ്സ് കണക്ക് ചോദിക്കും. ഒരു മുള്ളിൻ്റെ ബലമുള്ള, അല്ലെങ്കിൽ മുള്ള് കൊള്ളുന്ന ശക്തിയുള്ള ചെറിയൊരു നോവിനായാൽ പോലും യൂണിവേഴ്സ് ടൈം പീരീഡ് കഴിഞ്ഞാൽ കണക്ക് ചോദിക്കും. കാർമിക്കല്ല ഞാൻ പറയുന്നത്, യൂണിവേഴ്സ്, പ്രകൃതിയുടെ ഒരു നിയമമാണ് ഇത്, കണക്ക് ചോദിക്കൽ. പക്ഷേ യൂണിവേഴ്സ് ഭയങ്കര പാവമായതുകൊണ്ടും യൂണിവേഴ്സ് ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള എല്ലാം വാരിക്കോരി ഇങ്ങനെ യൂണിവേഴ്സ് കൊടുക്കുന്നതുകൊണ്ടും യൂണിവേഴ്സ് കണക്ക് ചോദിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് പാർട്ടിയുടെ അതേ സെറ്റപ്പ് സെക്കൻഡ് പാർട്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് കാമം കൊടുത്ത്, അധികാരം കൊടുത്ത്, പണം കൊടുത്ത്, ഡ്രഗ് കൊടുത്ത്, എല്ലാം കൊടുത്ത്. ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തെ കേസുകൾ ഇവർക്കെടുത്ത് കൊടുത്തപ്പോഴത്തേക്കും ഇവരിതിനെ തകിടം മറിച്ചുകൊണ്ടിരിക്കുക. കിട്ടിയ ലഹരി എന്താണെന്ന് പോലും അറിയാണ്ട്, ഈ കാമം എന്നൊക്കെ പറയുന്ന സാധനം ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നാൽ പോലും അറിയാതെ ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. കറൻറ്റ്ലി ജനറേഷനിൽ ഞാൻ പറഞ്ഞ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുറിച്ചാണ്. ഒരു ടൈമിൽ, ഒരു യുഗത്തിൽ ആണുങ്ങൾ പെണ്ണുങ്ങളെടുത്ത് കാണിച്ചു മുലക്കച്ചെറിയ കേസിലായാലും അധികാരത്തിൻ്റെ കേസിലായാലും, ഈ ആണുങ്ങളെ വാക്കം കേട്ടുകൊണ്ട് സതി എന്ന് പറഞ്ഞ ആചാരം, അതേപോലെ തന്നെ പെണ്ണുങ്ങളെ കുഴിച്ചിടുക, അങ്ങനത്തെയുള്ള സിറ്റുവേഷൻസ് ഒരുപാടായിട്ടില്ലേ. ഇന്ന് ഈ കറക്റ്റ് ജനറേഷനിൽ വരുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കൊടുത്ത്, ഈ ഒരുപാട് ഓപ്പർച്യൂണിറ്റി, അധികാരം എല്ലാം കൊടുത്ത സമയത്ത് ഇവരുടെ അടുത്ത് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ കാമം എന്നൊക്കെ പറയുന്ന സാധനം എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ ഇത് കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് തിരിച്ച് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കണക്ക് റിട്ടേൺ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കാണുന്ന ആൾക്കാരെ ബാധിക്കാനുള്ള ചാൻസസ് കുറവാണ്. കാരണം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലുള്ള ആൾക്കാരായതുകൊണ്ടും, നിങ്ങളധികം ഇത് കാണുന്ന, ഞാൻ പറഞ്ഞ ഫെമിനിൻ എനർജി എന്ന സ്പിരിച്വൽ, അതായത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന യാതൊന്നിനെയും തന്നെ പ്രകൃതി ഒന്നും ചെയ്യത്തില്ല. അവരാരെയും കൊണ്ടൊന്നും ചെയ്യാനും സമ്മതിക്കത്തില്ല. സോ ഞാൻ പറഞ്ഞത് ഒരു യുഗത്തിൻ്റെ മാറ്റമാണ്. 2 യുഗം മാറി. അടുത്തത് എന്താണെന്ന് യൂണിവേഴ്സലിന് മാത്രമേ അറിയത്തുള്ളൂ. ഞാനിത് എന്തിനു പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കറണ്ട് സിറ്റുവേഷൻസിൽ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കൊരു അവബോധം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പ്രകൃതിയിൽ നടക്കുന്ന മാറ്റം ഒരു യുഗത്തിൻ്റെ മാറ്റമാണ്. ആണിനും പെണ്ണിനും കൊടുത്തിട്ട് നടന്നില്ല. കാരണം ഇവർ രണ്ടുപേരും അധികാരത്തിൻ്റെ ഭ്രമവും കാര്യങ്ങളും
എല്ലാം കൊണ്ടാണ് നടക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് എന്തിനും കൊണ്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പറഞ്ഞതിനൊരു കാരണം ഇപ്പം ഇല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് പോണ വഴിക്ക്, അതായത് ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോഴാണല്ലോ ഇത് പറഞ്ഞത്. സോ നിങ്ങൾക്ക് മുന്നോട്ടല്ലേ നിങ്ങൾ ജീവിക്കാൻ പോകണം. നിങ്ങൾ ഒരിക്കലും ഇനി പിന്നിലോട്ട് പോകത്തില്ലല്ലോ. ഞാൻ പിന്നിലോട്ടുള്ള കഥയും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സോ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്കത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ അധികാരം, ഈ പണം, ഇതൊക്കെ ഇവർക്ക് കൊടുത്തതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലം കണക്ക് ചോദിച്ചപ്പോഴാണ് ഇവർക്കിത് കിട്ടിയത്, ഈ ഗേൾസിന് ഇപ്പോൾ ഇത് കിട്ടിയത്. സോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ മനസ്സിലാവും. പോകുന്ന വഴിക്ക് നിങ്ങൾക്കത് കറക്റ്റ് മനസ്സിലാവും. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചം നിങ്ങളടുത്ത് ഈ സമയം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മാറ്റങ്ങൾ, നിങ്ങളടുത്ത് ഈ യൂണിവേഴ്സിന്, ഈ പ്രപഞ്ചത്തിന് ഈ സമയം നിങ്ങളടുത്ത് പറയേണ്ട എന്ത് മെസ്സേജാണ്, ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെസ്സേജ് എന്താണ്, ഈ ഒരു സമയം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാവും, പല സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ നമ്മൾ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻസോ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല, കാരണം എപ്പോഴും കറണ്ട് സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാമാണ് നമ്മൾ നോക്കുന്നത്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, നിങ്ങളടുത്ത് യൂണിവേഴ്സിന് പറയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ്. സോ ഒരു 3 തവണ ശ്വാസം വലിച്ച് ചുമ്മാ ജസ്റ്റ് കണ്ടിരുന്നാൽ മാത്രം മതി, കാരണം ഇതൊരു എനർജി റീഡിംഗ് ആണ്. ഇത് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ്. സോ ജസ്റ്റ് നിങ്ങൾ കണ്ടിരുന്നാൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് വീഡിയോസിലോട്ട് പോകാം, അല്ല നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സംസാരം ഭയങ്കര ബ്ലോക്കേജ് ആണ്. നിങ്ങൾ സംസാരിക്കാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുന്നത്. കറൻ്റ്ലി ഇപ്പം നിങ്ങളുടെ ത്രോട്ട് ചക്ര ഭയങ്കര ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഒന്നെങ്കിൽ നിങ്ങളുടെ സംസാരം കൊണ്ട് എന്തൊക്കെയോ ഇഷ്യൂസ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം ഭയങ്കരമായിട്ടും കുറഞ്ഞിരിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കേണ്ട ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ടും നിങ്ങളുടെ ഒച്ച, നിങ്ങളുടെ സൗണ്ട് ഭയങ്കരമായിട്ടും കുറഞ്ഞിരിക്കുന്ന സിറ്റുവേഷൻസാണ്. നിങ്ങൾക്ക് ഈ സമയം സംസാരിക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ നിങ്ങൾക്ക് ഈ സമയം ആരും നിങ്ങളുടെ കൂടെ സംസാരിക്കാൻ ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എവിടെ നിന്നോ ആഗ്രഹിക്കുന്നുണ്ടോ, ആരോ നിങ്ങളടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നു. സോ ഈ ഒരു സമയം എന്ന് പറയുന്നത്, നിങ്ങൾ ഭയങ്കരമായിട്ടും സംസാരത്തിൻ്റെ ഓറ, നിങ്ങളുടെ ത്രോട്ട് ചക്രയുടെ ഓറ ഭയങ്കരമായിട്ടും കൂട്ടണം എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. മെയിൻലി നിങ്ങൾ സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കുക തന്നെ വേണം. എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് പതുങ്ങി നിൽക്കുകയോ, എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും നെഗറ്റീവാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റിയതിന് ശേഷം നിങ്ങൾ സംസാരിക്കേണ്ട, നിങ്ങളുടെ ത്രോട്ട് ചക്ര കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി സമയം ഉണ്ടാവുന്ന ഒരു സമയമായിട്ടാണ് കാണേണ്ടത്. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിന് പറയാൻ പറ്റും. സോ ഈ സമയം നിങ്ങൾ ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻസ് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ത്രോട്ട് ചക്ര കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് യൂസേജ് ഉണ്ടാവുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഒരിക്കലും അത് നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. നിങ്ങളുടെ സംസാരം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ, ഇവിടെ പക്ക ബ്ലോക്കേജാണ് കാണുന്നത്. ഇവിടെ ഒരു രീതിക്കുള്ള ബ്രൈറ്റ്നസ്, ഇവിടെ ഒരു രീതിക്കുള്ള സിറ്റുവേഷൻസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ സംസാരം ഭയങ്കര ബ്ലോക്കേജാണ് കാണാൻ പറ്റുന്നത്. സോ സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, സംസാരം എങ്ങനെയാണോ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ സംസാരം കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെയോ ഭയങ്കരമായിട്ടും ഒരുപാട് എന്താ പറയുക, പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സിറ്റുവേഷനോട് പോകേണ്ട ഒരു സമയമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ സംസാരിക്കണം, നിങ്ങളുടെ സംസാരം കൊണ്ടിന് ഒരുപാട് പോസിറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട്, സംസാരം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഇവിടെ ബ്ലോക്കേജ് കാണാൻ പറ്റുന്നുണ്ട്, ത്രോട്ട് ചക്ര ബ്ലോക്കേജ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെസ്റ്റിനി നിങ്ങൾക്ക് തുറന്ന് കാണിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റാണ് ഈ സമയം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിധി എങ്ങനെ വേണമെങ്കിലും മാറാൻ പറ്റും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ വേണമെങ്കിലും മാറാൻ പറ്റും, നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻസ്, നിങ്ങളുടെ ഡെസ്റ്റിനി, നിങ്ങളുടെ ആ ഒരു റൂട്ട് ഏത് വിധേന വേണമെങ്കിലും മാറാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഇപ്പോൾ മേജിൽ വരുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തുള്ള ജീവിതമോ അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത പോലത്തുള്ള ജീവിതമോ ആയിരിക്കത്തില്ല നിങ്ങളെ സംബന്ധിച്ച് വരുന്നത്. ഒരു കുട്ടി ജനിച്ച് ഒരു ഏജ് വരെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന 3 രീതിയിലായിരിക്കും. ഒന്നാമത് എന്ന് പറയുന്നത്, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ജീവിക്കേണ്ടി വരും. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പോകും, പക്ഷേ നിങ്ങൾക്ക് അവിടെ പോലീസ് ആവണമെന്നായിരിക്കും, നിങ്ങൾ ഒരുപാട് പഠിക്കും, ഒരുപാട് കോളേജിൽ പോകും, നിങ്ങൾ പല ഇതായിരിക്കും പഠിക്കുന്നത്. മൂന്നാമത് യൂണിവേഴ്സിൻ്റെ കൺട്രോളിലായിരിക്കും.
വിധിപ്രകാരം സിറ്റുവേഷൻസ്, നിങ്ങൾ പഠിച്ച ജോലിക്കോ നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലോ ഒന്നും ആവത്തില്ല പോകുന്ന. മാതാപിതാക്കളുടെ ലൂപ്പിലായിരിക്കും ഫസ്റ്റ് നിങ്ങൾ പൊയ്ക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും വേണ്ടി അവർ പഠിപ്പിക്കുന്നു, അവർ ചെയ്യിപ്പിക്കുന്നു, എല്ലാം ചെയ്യിപ്പിക്കുന്നു. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കും. നിങ്ങൾക്ക് അവിടെ കോളേജിൽ പോകുന്നുണ്ട്, നിങ്ങൾക്ക് അതാവണം മറ്റേതാവണം മാങ്ങ ആവണം തേങ്ങ ആവണം എന്നൊക്കെ പറഞ്ഞ് അതിന് പോകുന്നു, ഇതിന് പോകുന്നു, മറ്റേത് പോകുന്നു, മറിച്ച് പോകുന്നു. പക്ഷേ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ വിധിപ്രകാരം നിങ്ങൾ എത്തേണ്ട, നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണോ അതിലോട്ട് എത്തേണ്ട ഒരു സിറ്റുവേഷൻ. സോ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അത് നിങ്ങളായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് യൂണിവേഴ്സിൻ്റെ ആ വേവ് ലെങ്ത്, പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ കാർമിക്കായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ പിതൃക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മുടെ ജീനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മളുടെ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മുടെ പഴയ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മുടെ സോൾ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. സോ നിങ്ങളുടെ ഡെസ്റ്റിനി പല ആൾക്കാരുടെയും ടേണിംഗ് പോയിൻ്റാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. പല ആൾക്കാരുടെയും ടേണിംഗ് പോയിൻ്റാണ്. നിങ്ങളുടെ വിധിപ്രകാരം നിങ്ങൾ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ കരിയർ, നിങ്ങൾ കാണേണ്ട ആൾക്കാർ, നിങ്ങൾ പോകേണ്ട സ്ഥലങ്ങൾ, നിങ്ങൾ എത്തിപ്പെടേണ്ട സിറ്റുവേഷൻസ്, നിങ്ങൾ മീറ്റ് ചെയ്യേണ്ട പല പല ഇൻസിഡൻറ്റുകൾ ഒക്കെ ഈ സമയത്ത്, പല സിറ്റുവേഷൻസ്, ആൾക്കാർ, റിലേഷൻഷിപ്പ്, കാർമിക്ക്, സോൾമേറ്റുകൾ, ഇങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ഡെസ്റ്റിനി പ്രകാരം നടക്കേണ്ട ഒരു സമയമായിട്ടാണ് ഈ ഒരു ടൈം കാണാൻ പറ്റുന്നത്. കാരണം ഇതൊരു കാർമിക് ലൂപ്പല്ല, ഇതൊരു ലൂപ്പാണ്. നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ലൂപ്പിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സെക്ഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞ് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് കഴിഞ്ഞ ജന്മവുമായിട്ട് ബന്ധപ്പെടുന്നത്, പിതൃക്കന്മാരുമായിട്ട് ബന്ധപ്പെടുന്നത്, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻഡ്യൂട്ടീവ്ലി തെളിഞ്ഞ് വരുന്ന ഒരു സിറ്റുവേഷനിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഓരോന്നും ചില ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാർ ഈ സമയം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് പുതിയ പ്രണയം പൂടുന്നതും, നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് സഡൻലി ഒരു വ്യക്തിയുടെ അടുത്തൊക്കെ പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് വെറുതെ നിങ്ങൾ വിചാരിച്ചു പോലും കാണത്തില്ല, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനത്തെ ഈ വ്യക്തിയുടെ ഇങ്ങനെ പ്രണയം തോന്നുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചുമ്മാ പ്രണയം തോന്നും, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ അതിനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം യൂണിവേഴ്സ് ഈ സമയത്ത് ഭയങ്കരമായിട്ട് കാമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തുറന്നിരുന്നൊരു സിറ്റുവേഷനിൽ കാണാൻ പറ്റും. നിങ്ങളുടെ തന്നെ പല വെർഷൻ, നിങ്ങളുടെ തന്നെ പല കഴിവുകൾ, നിങ്ങളുടെ ഒരുപാട് കഴിവുകൾ നിങ്ങൾക്ക് കണ്ടു കാണും, നിങ്ങൾക്ക് അറിയായിരിക്കും. നിങ്ങളുടെ പല കഴിവുകളും നിങ്ങൾക്കറിയായിരിക്കും. പക്ഷേ അതുകൂടാതെ നിങ്ങൾക്ക് ഹിഡനായിട്ടുള്ള എന്തൊക്കെയോ കഴിവുകൾ, നിങ്ങൾക്ക് ഹിഡനായിട്ടുള്ള, നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഒരു അനദർ വെർഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതിപ്പം ഏജോ കാര്യങ്ങളോ ഒന്നും അതിന് ബാധകമായിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്നുമല്ല. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു സമയം, ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ ഡെസ്റ്റിനി പ്രകാരം നിങ്ങളുടെ നിങ്ങളുടെ തന്നെ പല വെർഷനിലോട്ടും പോകേണ്ട, നിങ്ങളെ തന്നെ ചേഞ്ചാക്കി നിങ്ങളുടെ വേറൊരു വെർഷൻ നിങ്ങൾ പുറത്തെടുക്കേണ്ട അല്ലെങ്കിൽ പുറത്ത് വരുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. സോ യൂണിവേഴ്സ് നിങ്ങളെ ഭയങ്കരമായിട്ടും സപ്പോർട്ട് ചെയ്യുന്നൊരു സമയമായിട്ടാണ് ഈ ടൈം കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നൊരു സമയമായിട്ടാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, പല ആൾക്കാരെ സംബന്ധിച്ചും പുതിയ കാര്യങ്ങൾ, പുതിയ അനുഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ടൈം പീരീഡ് പല അനുഭവങ്ങളും, പല റിയാലിറ്റികളും, പല റിയലൈസേഷനും, അതുപോലെ തന്നെ പല നോളജും, നിങ്ങൾക്ക് പല അറിവുകളും, പുതിയതായിട്ട് നിങ്ങൾക്ക് ഒരുപാട് അറിവ് ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പണ്ട് വിചാരിച്ചിരുന്ന കാര്യങ്ങളോ, നിങ്ങൾ പണ്ട് ശരിയാണ് എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് തെറ്റെന്ന് തോന്നും. അതുപോലെ തന്നെ ഈ സമയം നിങ്ങൾക്ക് മാതാപിതാക്കളടുത്തും നിങ്ങൾക്ക് ബാക്കിയുള്ളവരെ നയിക്കാൻ വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ എനർജി സമയത്ത് കൂടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ അറിവ് നേടാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ ഭയങ്കരമായിട്ട് വെമ്പുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നത്. ഈവൻ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് കിട്ടുകയും നിങ്ങൾക്ക് പുതിയ പാഠങ്ങൾ യൂണിവേഴ്സ് പഠിപ്പിച്ചു തരികയും അതുമൂലം ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗം ഉണ്ടാവുന്ന ഒരുപാട് കാര്യത്തിലോട്ട് നിങ്ങൾ കടന്നു പോകേണ്ടി വരും. ഇത് നിങ്ങളുടെ ഒരു പഠന ടൈമാണ്. ഈ സമയം നിങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്ന ടൈമാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു എംപ്റ്റിനെസ് ഫീൽ തോന്നാം. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. കാരണം ഇത് നിങ്ങളുടെ ലിസണിങ് സ്റ്റേജാണ്. നിങ്ങൾ ഈ സമയം സ്റ്റഡി സ്റ്റേജാണ്. അതായത് അനുഭവങ്ങൾ, ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അത് അനുഭവങ്ങൾ കൊണ്ട് മാത്രമാണ് യൂണിവേഴ്സ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. സോ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ പല ആൾക്കാർ മുഖേനയായിരിക്കും, പല സിറ്റുവേഷൻസ് മുഖേനയായിരിക്കും, പല സാഹചര്യങ്ങൾ വഴിയായിരിക്കും
ഒരുപാട് കാര്യങ്ങൾ വീട്ടുകാർ മുഖേനയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. ഈ സമയത്ത് നിങ്ങളെ ഭയങ്കര വാല്യൂ ഒന്നും വീട്ടുകാർ കാണത്തില്ല. നിങ്ങളൊരിക്കലും ഈ സമയത്ത് വലിയ വാല്യൂ, നിങ്ങൾ ഈ സമയത്ത് ആർക്കും വലിയ വാല്യൂ കാണത്തില്ല. പക്ഷേ നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ ബോധം, നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം അത്രയും ഗ്രേസ്ഫുള്ളായിട്ട് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ. ചില ആൾക്കാർക്ക് മാത്രമേ നിങ്ങളുടെ പവർ മനസ്സിലാവത്തുള്ളൂ. അതായത് യൂണിവേഴ്സലിൻ്റെ നിങ്ങളുടെ പവർ മനസ്സിലാവും, ചില ജീവികൾക്ക് നിങ്ങളുടെ പവർ മനസ്സിലാവും, ചില ആൾക്കാർക്ക്, നിങ്ങളുമായിട്ട് ബേസ് ചെയ്യുന്ന ഒരാൾക്കാർക്കും നിങ്ങളുടെ കഴിവോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവത്തില്ല. ട്രസ്റ്റ് മീ. നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും നിങ്ങളുടെ കൂട്ടുകാരിമാർക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും നിങ്ങളുടെ കഴിവ് മനസ്സിലാവത്തില്ല. നിങ്ങൾ പുതിയൊരു വ്യക്തിനെ പരിചയപ്പെടുന്ന സമയത്ത് മാത്രമേ നിങ്ങളുടെ വാല്യൂ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾ ഒരു സഡൻലി ഒരു വ്യക്തി, റാൻഡംലി ഒരു വ്യക്തിനെ കാണുന്ന സമയത്ത് മാത്രമേ ആ വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഉള്ള ആൾക്കാരെ നിങ്ങൾ മൂലം ഒരുപാട് പേർക്ക് എന്തൊക്കെയോ നോളജ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആരെയൊക്കെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു തീരുമാനം എടുത്ത് അതിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഈ സമയം ആക്ഷൻ എടുക്കേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഫിയർ തോന്നിയേക്കാം, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒട്ടും ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളായിട്ട് തോന്നിയേക്കാം, നിങ്ങളെ തകർക്കുന്ന ചില സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരിക്കലും പോകുന്ന പാത ഭയങ്കരമായിട്ടും ഒട്ടും തന്നെ നിങ്ങൾക്ക് സക്സസ് ആവില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും നിങ്ങൾക്ക് ഫേസ് ചെയ്തേക്കാം. ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസിലൂടെ നിങ്ങൾ കടന്നു പോയേക്കാം. പക്ഷേ മനസ്സൊരിക്കലും കൈവിടാൻ പാടില്ല. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിനെ നേരിട്ട് മുന്നോട്ട് പോകണം. നിങ്ങളുടെ ആഗ്രഹം എന്താണോ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, നിങ്ങളുടെ പാഷൻ എന്താണോ, അതിന് വേണ്ടിയിട്ട് 100% ഹാർഡ് വർക്കോട് കൂടി നിങ്ങൾ അതിലോട്ട് പാഷനേറ്റ് ആവണം എന്നുള്ളതായിട്ടാണ് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ മേജറിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരുപാട് തടസ്സങ്ങൾ മാത്രമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് നോക്കുന്ന സമയത്തിൽ, ഫ്യൂച്ചർ നോക്കുന്ന സമയത്ത് നിങ്ങൾ ആകുലപ്പെട്ട് നിൽക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങളെ സംബന്ധിച്ച് ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു ചെറിയ തടസ്സം മാത്രമാണ്. അതാണ് നിങ്ങളുടെ ചിന്ത. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് നിങ്ങളുടെ നെഗറ്റീവ് മാത്രമാണ്. സോ ആ ഒരു നെഗറ്റീവിനെ നിങ്ങൾ മറികടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ ഒരു പാത നിങ്ങൾ മറികടന്ന് കഴിഞ്ഞു. കാരണം നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്താണ് ഈ ഒരു സമയം വരെ എത്തിയത്. സോ ഇത് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലോട്ട് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ചിന്തയെ മറികടന്ന്, നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ മറികടന്ന്, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ന് ചിന്തിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതല്ല, പ്രശ്നങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന നിങ്ങളെ, ആ പ്രശ്നങ്ങൾ, ആ നെഗറ്റീവിനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ടിൽ തുറക്കാൻ പോകുന്ന വേറൊരു ലോകം. അവിടെ നിങ്ങൾ വിചാരിക്കുന്ന കണക്കത്തെ പ്രോബ്ലംസോ കാര്യങ്ങളോ സിറ്റുവേഷൻസോ ഒന്നും ഉണ്ടാവത്തില്ല. അവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. നിങ്ങളുടെ നെക്സ്റ്റ് ലൂപ്പ് നിങ്ങൾ ക്രിയേറ്റഡ് ആവും. അവിടെ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങളെക്കാളും എനർജി കുറഞ്ഞ ആൾക്കാർ, അതായത് നിങ്ങളുടെ സെയിം വേവ് ലെങ്ത്തിലുള്ള, നിങ്ങളെ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും എല്ലാം അവിടെ രൂപപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വരും എന്നുള്ളത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നുന്നത്, എന്താണോ നിങ്ങൾക്ക് തടസ്സം എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ ചിന്തിച്ച് വെച്ചിരിക്കുന്ന ആ തടസ്സം മാറ്റി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ആ തടസ്സം, നിങ്ങൾക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുന്ന ആ ഒരു തടസ്സം നിങ്ങൾ മാറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, എന്താണോ ആ തടസ്സം എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ തടസ്സം മാറി നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് അടുത്തൊരു പാത്തിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ജോലി, നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടൊരു ടേണിംഗ് പോയിന്റ് വരുന്ന സിറ്റുവേഷൻസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിയിലൊക്കെ ഒരു മാറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്, ഒരു പ്രൊമോഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്, ഒന്ന് അപ്ഗ്രേഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ്സ്, പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളതായിട്ടാണ് ഈ സമയം ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ചില ആൾക്കാരുടെ എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് ഡിസ്റ്റൻസാണ്. എന്തൊക്കെയോ ഡിസ്റ്റൻസിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ്, എന്തൊക്കെയോ ഒരു എന്താ പറയുക, ചില ബേഡൻ സിറ്റുവേഷൻസ് ഉണ്ട്. നിങ്ങൾ വേറെ ആൾക്കാർ മൂലം നിങ്ങളുടെ ലൈഫിലോട്ട് ഉണ്ടാകുന്നത്, മറ്റുള്ളവരെ ചിന്തകൾ മൂലം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതായത് മറ്റുള്ള ആൾക്കാർ അവരെങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവർ ഈ സമയത്ത് ഓക്കെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അവരിപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, അവരെന്നെപ്പറ്റി എന്തായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ വ്യക്തിയുടെ ഫുൾ ലൂപ്പിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റുന്നത്, അത് റിലേഷൻഷിപ്പ് അബൌട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ അങ്ങനത്തുള്ള സിറ്റുവേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒറ്റപ്പെട്ടേ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒറ്റപ്പെട്ട് മാത്രമേ നിങ്ങൾ നിൽക്കത്തുള്ളൂ. നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കുക, അവർക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ. സോ
അപ്പം ഇതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ എനർജി ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ എനർജി മാക്സിമം നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി നോക്കുക. നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫിനാൻസ്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഈ ഒരു വീഡിയോ എത്തുള്ളൂ. കാരണം യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കാർഡ് മൂലം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു. സോ ഈ ഒരു വീഡിയോ എത്രയേ ഉള്ളൂ. നമുക്കിതിന് പുറമെ അടുത്തൊരു വീഡിയോയിട്ട് കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സി യു.